ഹലോ കൂട്ടുകാരെ, നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചക്ക അവിയൽ വെക്കാമെന്ന് വിചാരിച്ചേ. നമുക്കിവിടെ പ്ലാവില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചക്ക എടുത്തപ്പോൾ അവർ തന്നതാണ്. അപ്പോൾ കാന്താരിമുളകും കുരുമുളകും ഒക്കെ ഇട്ടാണ് ഞാൻ ചക്ക വെക്കാമെന്ന് വിചാരിച്ചത്. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഞാൻ കറിവേപ്പില അരച്ചാണ് ചേർക്കുന്നത്. കാരണം ഈ പിള്ളേർ ഇലയാണെങ്കിൽ എടുത്ത് കളയും. അപ്പോൾ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ചക്ക നീളത്തിന് അരിഞ്ഞിട്ട് അരപ്പെല്ലാം കൂടി ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. വേവിച്ച് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമുക്കിന്ന് കിട്ടിയത് നെത്തോലി മീനാണേ. അപ്പോൾ നെത്തോലി മീൻ വൃത്തിയാക്കിയിട്ട് അതിൽ അരപ്പൊക്കെ ഇട്ടു. ഇനി ഇതിൽ മുളക് ഇട്ടിട്ട് ഞാൻ തക്കാളി ഇല്ലാത്തതുകൊണ്ട് വെണ്ടയ്ക്കയാണ് ചേർത്തത്. വെണ്ടയ്ക്കയൊക്കെ നിങ്ങൾ ചേർത്ത് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യേ വെണ്ടയ്ക്കയാണ് ഇതിലൊക്കെ ചേർക്കണേന്ന്. പക്ഷെ നിങ്ങളിത് ചേർത്ത് കഴിച്ച് നോക്കണേ. മത്തി മീൻ വയ്ക്കുമ്പോൾ വെണ്ടയ്ക്ക ചേർത്ത് കഴിച്ച് നോക്കണേ. ഇത് വെന്ത് വരുമ്പോൾ മീനിൻ്റെ അരപ്പെല്ലാം കൂടെ അതിൽ പിടിച്ചിട്ടും നല്ല രസമാണ്. കുട്ടികൾ എടുത്ത് കഴിക്കും. അപ്പോൾ ഇവിടെ അതാ മീൻ തിളച്ച് വന്നിട്ടുണ്ട്. ചക്ക റെഡിയായി, ചോറ് റെഡിയായി, നെത്തോലി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കെട്ടിയവൻ വിശന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇതാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുമിച്ച് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബായ്.